ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് ഓശാന ഞായറാണ്. ഹോളി വീക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ദിവസത്തിൻ്റെയും ഈ ആഴ്ചയുടെയും എല്ലാവിധ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം നിനക്ക് നേരുകയാണ്. ഓശാന ഞായറാഴ്ച നമുക്കറിയാം, ഈശോയെ ജനങ്ങൾ ഒലിവ് കമ്പുകൾ കൊണ്ട്, മരച്ചില്ലുകൾ കൊണ്ട്, അതുപോലെ വസ്ത്രങ്ങളൊക്കെ വിരിച്ച് എതിരേറ്റ ഒരു പൊൻസുദിനമാണ്. അതിന് നിറവിലാണ് നമ്മൾ. ഈശോയെ കണ്ട ആളുകൾ എന്താ ചെയ്തതെന്ന് സുവിശേഷം ഇപ്രകാരമാണ് പറയുക. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 19-ാം അധ്യായം 38-ാം തിരുവചനം. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു. ജനക്കൂട്ടം എത്ര സന്തോഷത്തോടു കൂടിയാ ആ രാജാവിനെ എതിരേൽക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഈ ഈശോയെക്കുറിച്ച് തന്നെയാട്ടോ പറയുക. ഈ ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് അനുദിനം കടന്നു വരുന്നുണ്ട്. നിൻ്റെ ജീവിതത്തിലേക്ക് ഈശോ ഉറ്റുനോക്കുന്നുണ്ട്. നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈശോയെ നീ എത്രമാത്രം സന്തോഷത്തോടു കൂടിയ അനുദിനം എതിരേൽക്കുക. എത്രത്തോളമാണ് മഹത്വം നീ നിൻ്റെ കർത്താവിന് കൊടുക്കുക. പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നീ വിലയിരുത്തേണ്ട കാര്യം തന്നെയാണ് ഈശോയ്ക്ക് നീ കൊടുക്കുന്ന മഹത്വം, ഈശോയ്ക്ക് നീ കൊടുക്കുന്ന സ്ഥാനം, ഈശോയ്ക്ക് നീ ഉയർത്തുന്ന ജൈവിളികൾ. ജൈവിളിക്കുവാനും സന്തോഷിക്കുവാനും നിനക്ക് ഇടവരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചെന്ന് കരങ്ങൾ കൂട്ടാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ജെറുസലേം നിവാസികൾ നിന്നെ വരവേറ്റ കാര്യം ഞങ്ങൾ ഓർക്കുകയാണ്. ഈശോ, ജീവിതത്തിൽ എപ്പോഴും നിന്നെ മഹത്വപ്പെടുത്തുവാനും നിനക്ക് ജൈവിളികൾ വിളിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. നിൻ്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവിധ നന്മകളും കൃപകളും ഈ വ്യക്തിയിലേക്ക് നിൻ്റെ നാമത്തിൽ വർഷിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. ആരാധന